MGF അടുത്തത് പറയാനുള്ളത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മൊമെന്റ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ ആണ്. MGF ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. MGF ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? mx of t is equal to expected value of e raised to tx, that is equal to summation over x is equal to 0 to infinity. Then geometric distribution range 0 to infinity ആണ്. q raised to x into p e raised to tx അല്ലേ? അല്ലെങ്കിൽ e raised to tx into q raised to x into p. That is equal to summation over x is equal to 0 to infinity q e raised to t all raised to x into p എന്ന് വരും. So p is a constant taken outside, that is equal to p into summation x is equal to 0 to infinity q e raised to t all raised to x. അപ്പോൾ എന്ത് വരും? 1 മൈനസ് and 0 കൊടുക്കുമ്പോൾ 1 കൊടുക്കുമ്പോൾ that is equal to p into 1 plus q e raised to t plus q e raised to t square plus etc. So the expansion that is equal to p into 1 minus q e raised to t all raised to minus 1 in expansion ആണ് അത് വരിക. That is equal to p divided by 1 minus q e raised to t എന്നാണ് എന്ത് വരിക? MGF. ഓക്കെ. ഇനി ഞാൻ ആ ഫംഗ്ഷൻ ഒരു ചെറിയ ചേഞ്ച് കൊടുക്കുകയാണ്. എക്സ് ടേക്സ് വാല്യൂ 0 to infinity എന്നുള്ളതിന് പകരം 1 to infinity അസ്യൂം ചെയ്യാണ്. ശ്രദ്ധിക്കുക, f of x എന്ന് പറയുന്നത് q raised to xp, 0 less than or equal to x is equal to 0, 1, 2, 3 etc. infinity ആയിരുന്നല്ലോ. 0ക്ക് പകരം ഞാൻ x is equal to 1, 2, 3 etc. infinity എന്ന് കൊടുക്കുകയാണെങ്കിൽ f of x ന് എന്ത് മാറ്റം വരണം? q raised to x minus 1p എന്ന് കൊടുക്കണം. വേണ്ടേ? അതായത് q പവർ 0 വരുന്ന ഒരു കേസ് വേണം. അതുകൊണ്ട് x പവർ -1, x ഈക്വൽ ടു ഇവിടുന്ന് ഞാൻ 0 ഒഴിവാക്കി. അപ്പൊ ഇവിടെ പവറിൽ 0 വരണമെങ്കിൽ എന്ത് വേണം? x -1 എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. വേണ്ടേ? 1 കൊടുക്കുമ്പോൾ 1 - 1 0, 2 കൊടുക്കുമ്പോൾ 1 വരും. അപ്പൊ അതേ ഫംഗ്ഷൻ തന്നെ കിട്ടും. അങ്ങനെയാകുമ്പോൾ ഇതിന്റെ MGF എന്ന് പറയുന്നത് ഇതേപോലെ ചെയ്ത് നോക്കാം. Summation over x is equal to 1 to infinity e raised to tx into q raised to x minus 1 into p ചെയ്യുമ്പോൾ എന്താണ് സൊല്യൂഷൻ വരിക എന്നുള്ളത്. അതേപോലെ അതിന്റെ മീനും അതിന്റെ വേരിയൻസും ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. അപ്പൊ ഇവിടെ ഇതിന്റെ എക്സ്പെക്ടേഷൻ ഈ ഫംഗ്ഷന്റെ e of x എന്ന് പറയുന്നത് എന്ത് വരും? b of x എന്ത് വരും? MGF എന്ത് വരുന്നത്? ഇതേപോലെ ഡിറൈവ് ചെയ്ത് നോക്കുക. അപ്പൊ 1/p q/p സ്ക്വയർ p e raised to t divided by 1 minus p e raised to t എന്നാണ് വരിക. അപ്പൊ അത് ഒന്ന് എല്ലാവരും സ്വയം ചെയ്ത് നോക്കുക. ഓക്കെ. ഇനി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിട്ടുള്ള ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെരി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആണ് lack of memory property. Lack of memory property. Lack of memory property എന്ന് പറഞ്ഞാൽ എന്താണ്? Let അല്ലെങ്കിൽ if x follows geometric distribution with parameter p
then probability of x greater than or equal to s plus t given x greater than or equal to t, sorry, s greater than or equal to s, which conditional probability is equal to probability of x greater than or equal to t. For s comma t, which is equal to 0, 1, 2, 3, etc. s comma t equal to 0, 1, 2, 3, etc. ഇതാണ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാല് തൊട്ടു മുമ്പിലത്തെ വരെ തൊട്ട് പുറകിലത്തെ വരെയുള്ള പ്രോബബിലിറ്റി വെച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് പ്രോബബിലിറ്റി പറയാം. അതായത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാല് probability of x greater than or equal to s plus t given probability of x greater than or equal to x which is equal to അതിന്റെ പ്രൂഫിലേക്ക് കിടക്കാം. ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആകുമ്പോൾ നമുക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാം. എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ക്ലോസ്? x greater than or equal to s which is equal to എന്തൊരു intersection of this two, that is probability of x greater than or equal to s plus t comma x greater than or equal to s given divided by probability of x greater than or equal to s. ഇത് കോമ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റർസെക്ഷനെയാണ്, ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ. ഓക്കെ, ഇതാണ് എന്റെ ലൈനെങ്കിൽ ഇതാണ് x is equal to s എന്ന് പറയുന്ന പോയിന്റ്. ശ്രദ്ധിക്കുക, s എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. ഇതിന്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ ഏരിയ ആണ് വരിക അല്ലെ, s എന്ന് പറയുന്ന പോയിന്റിന്റെ മുകളിലേക്ക്. ഇനി അടുത്തൊരു s പ്ലസ് ടി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇതിന് മുകളിലേക്ക് വരും അല്ലെ. അപ്പോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എവിടെ നിന്നിട്ട് എവിടെ വരെ കിട്ടുക? x greater than or equal to s plus t എന്ന് എഴുതാം. അപ്പൊ that is equal to ഈ പ്രോബബിലിറ്റി എന്ന് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് x greater than or equal to s plus t അല്ല കിട്ടുക. കാരണം ഇതിന്റെ രണ്ടിന്റെയും കോമൺ വരുന്നത് എവിടെ നിന്നിട്ട് എവിടെ വരിക? s plus t തുടങ്ങിയാണ്. ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് x greater than or equal to s. ഇനി പ്രോബബിലിറ്റി ഓഫ് x greater than or equal to s plus t എന്ന് പറഞ്ഞാൽ എന്താ? Summation over x is equal to s plus t to infinity q raised to x p divided by summation over x is equal to s to infinity q raised to x p. അപ്പൊ p യും p ക്യാൻസൽ ചെയ്ത് പോയി. റിമൈനിങ് എന്ത് വരും? q raised to s plus t, q raised to s plus t plus 1 plus etc. divided by എങ്ങനെ വരും? അത് സമേഷൻ എടുക്കുമ്പോ q raised to s plus t, q raised to s plus t plus 1 plus q raised to എഴുതി നോക്കാം അല്ലെ. q raised to s plus t, താഴത്തെ ഒരു q raised to s plus q raised to s plus t plus 1 etc. ഇവിടെ ഒരു q raised to
s plus 1 plus etc. q raised to infinity. ഇവിടെ എന്ത് വരും? q raised to infinity വരും. അപ്പൊ ഇതിനകത്ത് q raised to s തുടങ്ങി q raised to s plus t വരെയുള്ള ടേം ക്യാൻസൽ ചെയ്ത് എന്താണ് q raised to s plus t വരെയുള്ള ടേം അവിടെ റിമൈനിങ് വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് എന്ത് കിട്ടും? q raised to s plus t എന്നും ഡിവൈഡഡ് ബൈ q raised to s എന്നും കിട്ടും. അപ്പൊ ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും? q raised to t എന്നാണ് സൊല്യൂഷൻ കിട്ടുക. q raised to t എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് q raised to t is equal to probability of x greater than or equal to t എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് കിട്ടി? റിസൾട്ട് സൊല്യൂഷൻ കിട്ടി. ജോമെട്രിക് സൊല്യൂഷൻ പ്രോസസ് ദി lack of memory property.